ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായം 13-ാമത് വാക്യം. ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു എന്നുള്ള വാക്കാണ്. ജീവിതത്തിൻ്റെ ഒരു സായാം സന്ധിയിലേക്ക് ഇരുള് ജീവിതത്തെ മൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടം കൊണ്ട് ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും അവസാനിക്കുന്നുവോ എന്ന് തോന്നിപ്പോകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നു നിൽക്കുന്ന വ്യക്തിയുടെ വാക്കുകളായിട്ടാണ് ഈ വാക്കുകളെ കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന ചില രംഗങ്ങൾ. യാക്കോബ് സഹോദരനെ വഞ്ചിച്ച് അപ്പന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിയെടുത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് ആഗ്രഹിച്ചെങ്കിലും ജീവിതത്തിൽ ഭവിക്കാൻ പോകുന്ന വലിയ വിപത്തിനെക്കുറിച്ച് മനസ്സിലാക്കി വീട് വിട്ട് ഓടിപ്പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞ വാക്ക് കേട്ട് യാക്കോബ് വീട് വിട്ട് പോവുകയാണ്. പോകുന്ന വഴിത്താരയിൽ സൂര്യൻ അസ്തമിക്കുകയും ഒരു മരുഭൂമിയുടെ ഏകാന്തതയിൽ തൻ്റെ ജീവിതത്തിൽ താൻ ഇന്നുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ താൻ വന്ന് നിൽക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ആ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ മരുഭൂമിയുടെ ഏകാന്തതയിൽ എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാണ്ട് ഭാരപ്പെട്ട് താൻ അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് തലമണിയായി വെച്ച് അതിൽ കിടന്ന് താൻ ഉറങ്ങുന്നതായൊരു കാഴ്ചയുണ്ട്. അവിടെ ഭയവും ഭീതിയുമൊക്കെ യാക്കോബിനെ ആഴമായി ഭരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നുവോ എന്നുള്ള തോന്നല് തൻ്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇരുളിൻ്റെ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും നേരിടേണ്ടി വന്നിട്ടില്ല. അന്ന് താൻ അനുഭവിച്ച ആ മാനസിക വ്യഥകളുടെ മുൻപിൽ താൻ ആയിരിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം താൻ കിടന്നുറങ്ങുന്ന ഇടത്തിറങ്ങി വരികയും ആ സാന്നിധ്യം താൻ അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഉറക്കമുണർന്നപ്പോൾ താൻ പറഞ്ഞു, യഹോവ ഈ സ്ഥലത്തുണ്ട് നിശ്ചയം, ഞാനോ അതറിഞ്ഞില്ല. ജീവിതത്തിൽ ഇരുള് മൂടുമ്പോൾ മാനുഷികമായി നമുക്ക് തോന്നാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു, ഈ സൂര്യാസ്തമനം എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷമാണ്, നേരം പുലരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ആ ഇരുള് നമ്മെ മൂടിക്കളയാതെ, ആ ഇരുള് നമ്മെ ഇല്ലാതെയാക്കി കളയാതെ, ആ ഇരുട്ടിനുള്ളിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ടെന്ന് അന്ന് യാക്കോബിന് ദൈവം ബോധ്യപ്പെടുത്തി നൽകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്ന് നാം കരുതുന്നു എങ്കിൽ അല്ല, ഈ ഇരുള് നമ്മെ മൂടിയാൽ അടുത്തൊരു പ്രഭാതം നമുക്കില്ലയോ എന്ന് ചിന്തിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഇരുളടയുന്ന മണ്ഡലത്തിൽ, ഈ മരുഭൂമിയുടെ ഏകാന്തതയിൽ, ആരും സഹായത്തിനില്ലാത്ത ഇടത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. ആ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്
അടുത്ത ദിനരാത്രങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായി മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്ക് വരുമെന്ന് മനസ്സിലാക്കി നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുളി ഞങ്ങളെ മൂടുമ്പോൾ ഇരുളിനകത്ത് ഒരു വെളിച്ചമായി പ്രകാശമായി വെളിപ്പെടുന്ന ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ആ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാനും ആ നിലകളിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.